ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോം മാസ്റ്റർ സ്വിച്ച് വയറിങ്ങിൻ്റെ ഡയഗ്രാമും എങ്ങനെ നമ്മൾ കണക്ഷൻസ് ചെയ്യണമെന്നുള്ളതാണ്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമുക്കൊരു സിംഗിൾ മാസ്റ്റർ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ലൈറ്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളുടെ സാധാരണ ബൾബിലേക്കൊക്കെ പോയിക്കുന്ന 2-way സ്വിച്ച് ആയിരിക്കും. ഓക്കെ, ആ 2-way സ്വിച്ചിൻ്റെ ഒരു കണക്ഷൻ നമ്മുടെ മാസ്റ്റർ സ്വിച്ചിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഹാളിൽ 2 ബെഡ്റൂം ഉണ്ടെങ്കിൽ 2 ബെഡ്റൂം, ഔട്ട്സൈഡ് ലൈറ്റ്സ് എല്ലാത്തിലും 2-way സ്വിച്ച് വെച്ചിട്ട് ബൾബിലേക്ക് പോകും കണക്ഷൻ. എന്നിട്ട് ആ ഒരു മാസ്റ്റർ സ്വിച്ചിൻ്റെ കണക്ഷൻ ഈ 2-way സ്വിച്ചിലേക്കും കണക്ഷൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2-way സ്വിച്ചിൽ ഏത് സ്വിച്ച് ഓൺ ആക്കിയാലും അതാത് ബൾബും കത്തും. അതേപോലെ തന്നെ മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്താൽ അതിനകത്തേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ലൈറ്റ്സും ആ സ്വിച്ച് ത്രൂ കത്തും. ഓക്കെ, ഇതുകൊണ്ടാണ് ഇതിനെ മാസ്റ്റർ സ്വിച്ച് എന്ന് വിളിക്കുന്നത്. എങ്ങനെ നമ്മുടെ ഈ മാസ്റ്റർ സ്വിച്ചിൻ്റെ വയറിംഗ് ഡയഗ്രാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് കണക്ഷനിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇത് കാണുമ്പോഴത്തേക്കും. ഞാൻ റിലേയുടെ ഒരു മാസ്റ്റർ സ്വിച്ച് വയറിംഗ് ചെയ്തിട്ടുണ്ട്, ലാച്ചിങ് റിലേ വെച്ച്. അത് ഞാൻ മുകളിൽ കാർഡ്സ് ആയിട്ട് ഇടാം, നിങ്ങൾക്കത് വ്യൂ ചെയ്യാൻ പറ്റും. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഈ മാസ്റ്റർ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ലാച്ചിങ് റിലേ ആണ്. അതിനകത്തേക്ക് പൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ബെൽ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാസ്റ്റർ സ്വിച്ച് പോലെ ആക്ട് ചെയ്തിട്ട് ഓൺ ഓഫ് ചെയ്യും. അത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്, 2-way സ്വിച്ചിൻ്റെ കണക്ഷൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നോർമലായിട്ട് 2 2-way സ്വിച്ച് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സിംഗിൾ ലോഡ് കണക്ട് ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അത് മുകളിൽ കാർഡ്സ് ആയിട്ട് കൊടുക്കാം, നിങ്ങൾക്ക് അതും നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും. മാസ്റ്റർ സ്വിച്ച് സാധാരണ സിംഗിൾ വേ സ്വിച്ചാണ്. ഓക്കെ, സിംഗിൾ വേ സ്വിച്ചാണ്. നിങ്ങളുടെ അധികം കണക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ 6 ആംപിയറിൻ്റെ സ്വിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ ലോഡ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 16 ആംപ്സും 20 ആംപ്സിൻ്റെ സ്വിച്ചും ആയിരിക്കും നോർമലി മാസ്റ്റർ സ്വിച്ചായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം മൾട്ടിപ്പിൾ ലോഡ്സ് കണക്റ്റഡ് ആയിരിക്കും, മൾട്ടിപ്പിൾ ലോഡ്സ് വർക്ക് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വയറിംഗ് ഡയഗ്രാമിലേക്ക് പോവാം. ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്തൊക്കെ ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഒരു MCB ഉണ്ട്. ഓക്കെ, MCB ELCB നിന്ന് ഔട്ട് വരും, MCB ത്രൂ ലോഡിലേക്ക് പോകും. പിന്നെ ഒരു മാസ്റ്റർ സ്വിച്ച് ഉണ്ട്. മാസ്റ്റർ സ്വിച്ച് സിംഗിൾ വേ സ്വിച്ച് ആയിരിക്കും. പിന്നെ 2 2-way സ്വിച്ച് ഉണ്ട്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ 2-way സ്വിച്ചസ് ഉണ്ടാവും. ഞാനിപ്പോൾ 2 എണ്ണം എക്സാമ്പിളായിട്ട് എടുത്തേക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. 2 2-way സ്വിച്ച് ഉണ്ടാവും. ഓരോ 2-way സ്വിച്ചിൽ നിന്നും ഓരോ ബൾബ് ലോഡിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ലൈറ്റാണിത്, ഞാൻ ബൾബ് പോലെ റെപ്രസെൻ്റ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ലൈറ്റാണ് ഇത്. ഈ S1 എന്ന് പറഞ്ഞ 2-way സ്വിച്ചിൽ നിന്ന് പോയേക്കുന്ന ലോഡാണ് ലൈറ്റ്. ഇനി S2 എന്ന് പറഞ്ഞ സ്വിച്ചിൽ നിന്ന് പോയേക്കുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ B2 ആണ് ലൈറ്റ്. ഓക്കെ, ഇപ്പോൾ ഈ 2 ലൈറ്റും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഈ 2-way സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കത്തും. ഓക്കെ, 2-way സ്വിച്ച് S1 ഓൺ ചെയ്യുകയാണെങ്കിൽ B1 കത്തും, S2 ഓൺ ചെയ്യുകയാണെങ്കിൽ B2 കത്തും. ഓക്കെ, ഇനി മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും ഓഫ്, S1 S2 ഓഫ് പൊസിഷനിലാണെന്ന് വിചാരിക്കുക. ഇനി മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ഈ B1 B2 കത്തും. ഓക്കെ, ഈ S1 S2 ക്ലോസ്ഡ് പൊസിഷൻ, അതായത് ഓഫ് പൊസിഷനിലായിരിക്കും. പക്ഷേ മാസ്റ്റർ സ്വിച്ചിൻ്റെ ഓൺ കൺട്രോൾ വെച്ചിട്ട് നമുക്ക് ഈ B1 B2 കത്തും. അങ്ങനെയാണ് നമുക്കൊരു മാസ്റ്റർ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, M എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് എൻ്റെ വയറിങ്ങിലേക്ക് പോകാം. അതിൻ്റെ വയറിങ് വരുന്ന ലോഡാണ്. ഓക്കെ, നിങ്ങൾക്കറിയാൻ പറ്റും ELCBയുടെ ഔട്ടാണ് വരുന്നത്. സാധാരണ നമ്മുടെ മീറ്ററിൻ്റെ കണക്ഷൻ നേരെ ഐസൊലേറ്ററിലേക്ക് പോകും, ഐസൊലേറ്റർ ELCBയിലേക്ക് പോകും. ELCBയുടെ ലോഡ് കണക്ഷൻ MCB ത്രൂ ആണ്. ELCBയുടെ ലൈൻ കണക്ഷൻ MCB ത്രൂ ആണ് നമുക്ക് ലോഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. അതേസമയം ന്യൂട്രൽ ELCBന്ന് ന്യൂട്രൽ ബേ ഉണ്ടാവും DB ബോക്സിൽ, അത് ത്രൂ ആണ് നമുക്ക് കോമൺ ന്യൂട്രലായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് നോക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ MCB കയറി ഇറങ്ങി ഔട്ട് സൈഡിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MCB ഓൺ ആകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ലൈൻ ഉണ്ടാവും. ഇനി നമുക്ക് മാസ്റ്റർ സ്വിച്ചിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുകയാണ് നമ്മൾ. ഓക്കെ, ഇപ്പോൾ മാസ്റ്റർ സ്വിച്ചിലേക്ക് നമുക്ക് ലൈൻ കണക്ഷൻ, ഡയറക്റ്റ് ലൈൻ കണക്ഷൻ കൊടുത്തു. ഇതേപോലെ തന്നെ നമുക്ക് ലൈൻ കണക്ഷൻ 2-way സ്വിച്ചിൻ്റെ ടോപ്പ് ടെർമിനലിലും കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും, റെഡാണ്. ഓക്കെ, ഫേസ് വയറിങ് എടുത്തേക്കുന്നത്. അപ്പോൾ ടോപ്പ് പൊസിഷനിലേക്ക് എല്ലാത്തിൻ്റെയും നമുക്ക് ലൈൻ കണക്ഷൻ കൊടുത്തു, ഡയറക്റ്റ് ലൈൻ. ഓക്കെ, ഇനി മാസ്റ്റർ സ്വിച്ചിൻ്റെ ഔട്ട്, അതായത് മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലൈൻ നമുക്ക് ബൈപ്പാസ് ചെയ്ത് നമുക്ക് ഇത് 2-way സ്വിച്ചാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം 3 ടെർമിനൽ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ നോർമൽ സ്വിച്ചസിനൊക്കെ 2 ടെർമിനൽ ഉണ്ടാവുള്ളൂ, 3 ടെർമിനൽ ഉണ്ടാവും.
അപ്പോൾ മാസ്റ്റർ സ്വിച്ചിൻ്റെ ഔട്ട് എന്ന് പറയുന്നതാണ് നമുക്ക് ഗ്രീൻ കണക്ഷൻ വരുന്നത് നമുക്ക് നേരെ S1ലേക്കും വരും, കണ്ടോ, S2ലേക്കും വരും. അതായത് മാസ്റ്റർ സ്വിച്ചിൻ്റെ ഔട്ട് നമ്മൾ 2 സ്വിച്ചിലേക്കും ഷോർട്ട് ചെയ്തേക്കാണ് ലാസ്റ്റ് ടെർമിനലിൽ. ഓക്കെ, ഇങ്ങനെയാണ് മാസ്റ്റർ സ്വിച്ചിൻ്റെ ഔട്ട് കണക്ഷൻ വരുന്നത്. ഇനി നമുക്ക് S1, അപ്പോൾ S1 എന്ന് പറഞ്ഞ സ്വിച്ചിലേക്ക് നമുക്ക് 2 കണക്ഷൻ ഓൾറെഡി ആയി. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഫേസ് കണക്ഷനും വന്നു, അല്ലെങ്കിൽ ലൈവ് വയറും വന്നു. പിന്നെ നമുക്ക് വന്നേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ സ്വിച്ചിൻ്റെ ഔട്ട്. ഈ 2 കണക്ഷനും S1 S2ലേക്ക് നമുക്ക് കണക്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോഡിലേക്ക് പോകണം. ഓക്കെ, ഈ 2-way സ്വിച്ചിൽ നിന്ന് ലോഡിലേക്ക് നടുക്കത്തെ ടെർമിനലിൽ നിന്ന്, ഇപ്പോൾ ഞാൻ യെല്ലോ വയറാണ് യൂസ് ചെയ്തേക്കുന്നത്, ശരിക്ക് നമുക്ക് B1ലേക്ക് പോകും. S1ൽ നിന്ന് B1ലേക്ക് ലോഡ് പോകും. അതേപോലെ തന്നെ S2ൽ നിന്ന് നമുക്ക് B2ലേക്ക് ലോഡ് പോകും. ഓക്കെ, ഔട്ട്പുട്ട് പോകും. 2-way സ്വിച്ച് S1 ഓൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറണ്ട് പാസ് ചെയ്തിട്ട് നമുക്ക് ബൾബ് കത്താൻ വേണ്ടി ഇതിൻ്റെ ഔട്ട്പുട്ടാണ് യൂസ് ചെയ്യുന്നത്. അതാണ് B1ലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി B1 നമ്മുടെ ലൈറ്റ് കോമൺ ന്യൂട്രൽ പോയിൻ്റ് ആയിട്ടിലേക്ക് കണക്റ്റഡ് ആണ്. ഓക്കെ, സെയിം സിറ്റുവേഷൻ തന്നെയാണ് S2ലും നമുക്ക് നടുക്കത്തെ ടെർമിനൽ ത്രൂ ആണ് ഔട്ട്പുട്ട് നമുക്ക് ലൈറ്റിലേക്ക് പോകുന്നത്, B2ലേക്ക് പോകുന്നത്. അതിനും ന്യൂട്രൽ കണക്റ്റഡ് ആണ്, ന്യൂട്രൽ കോമൺ ആയിട്ടാണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഓഫ് ആകുമ്പോഴത്തേക്കും നമുക്ക് മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മാസ്റ്റർ സ്വിച്ചിലേക്ക് വന്ന ലൈൻ ഓൺ ആകുമ്പോഴത്തേക്കും ബൈപ്പാസ് ചെയ്തിട്ട് ഈ S1ലേക്കും S2ലേക്കും ഷോർട്ട് ചെയ്തേക്കണ കാരണം അവിടേക്ക് രണ്ടും പവർ പോവുകയാണ്. ആ 2 പവർ പോകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലോഡിലേക്ക് പവർ പോകും. ഓക്കെ, ആ 2 B1ഉം B2ഉം കത്തും. ഇനി മാസ്റ്റർ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്യുകയാണ്. S1 ഓൺ ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഈ ടോപ്പിലെ കണക്ഷൻ ആണ് ബൈപ്പാസ് ആയി വരുന്നത്. ഓക്കെ, ടോപ്പിലെ ലൈവ് വയർ നമുക്ക് ലോഡിലേക്ക് പോകും. അങ്ങനെ B1 ഓൺ ആവും. S2 ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ടോപ്പിൽ വന്നേക്കുന്ന ലൈൻ ബൈപ്പാസായി നടുക്കത്തെ ടെർമിനലിലേക്ക് വരും. നടുക്കത്തെ ടെർമിനലിൽ നിന്ന് കണക്റ്റഡ് ലോഡിലേക്ക് കറണ്ട് പോകും. ഇത് ഓണാവും. ഓക്കെ, മാസ്റ്റർ സ്വിച്ച് ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ ലോഡ് ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വിച്ച് ഓഫ് ആണെങ്കിൽ തന്നെ ഈ വന്നേക്കുന്ന ടെർമിനൽ ത്രൂ ആണ് S1ലേക്ക് നമുക്ക് കറണ്ട് പോകുന്നത്. 2-way സ്വിച്ച് ആയതുകൊണ്ടാണ്. ഓക്കെ, സിമിലർ സിറ്റുവേഷനാണ് ഇവിടെ. മാസ്റ്റർ സ്വിച്ച് ഓൺ ആകുമ്പോഴത്തേക്ക് ഈ സ്വിച്ച് ഓഫ് ആണെങ്കിലും ഈ ഗ്രീൻ വയർ ഷോർട്ട് ചെയ്തേക്കണ കാരണം അത് ത്രൂ ലൈൻ വന്നിട്ടാണ് നമുക്ക് ലോഡിലേക്ക് ലൈൻ ബൈപ്പാസായി പോകുന്നത്. അതുകൊണ്ടാണ് ഈ B1ഉം B2ഉം ഒരു മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും കത്തുന്നത്. ഓക്കെ, ഇനി ഇത് രണ്ടും നമ്മൾ ഓഫാണ്. ഇപ്പോൾ മാസ്റ്റർ സ്വിച്ചിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ മാസ്റ്റർ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്യുകയാണ്. S1 ഇടുവാണെങ്കിൽ മാത്രം B1 കത്തും, S2 ഇടുവാണെങ്കിൽ മാത്രം B2 കത്തും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഒരു മാസ്റ്റർ സ്വിച്ചിൻ്റെ വയറിംഗ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കണക്ഷൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഡയഗ്രാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. നോർമൽ 2-way സ്വിച്ച് കണക്ഷൻ്റെ നിങ്ങൾക്ക് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ചാനലിൽ. യൂട്യൂബ് വീഡിയോസ് ഷങ്സ് ഇൻഫോയിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ അല്ല മാസ്റ്റർ സ്വിച്ചിൻ്റെ വയറിംഗ് ഡയഗ്രാമും കണക്ഷനും. അപ്പോൾ നിങ്ങൾക്ക് മാസ്റ്റർ സ്വിച്ച് കണക്റ്റഡ് ആയിട്ടുള്ളൊരു 2-way സ്വിച്ച് റിമൂവ് ചെയ്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ കണക്ഷൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ചേഞ്ച് ചെയ്യാൻ. ഓക്കെ, ഏകദേശം ഈ കണക്ഷനായിട്ട് സിമിലർ ആയിരിക്കും. ഇങ്ങനത്തെ രീതിയിൽ വേണം നിങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, നോർമൽ 2-way കണക്ഷൻ്റെ പോലെയല്ല മാസ്റ്റർ സ്വിച്ചിൻ്റെ കണക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് നമുക്ക് വയറിങ്ങിലേക്ക് പോവാം. നമുക്കിൻ്റെ കണക്ഷൻസിലേക്ക് പോവാം. ഓക്കെ, ഞാനിപ്പോൾ എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ MCBയിലേക്ക് ഇൻപുട്ട് വരുന്നത്. MCBയിലേക്ക് ഇൻപുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ, ഇൻപുട്ട് ഉണ്ട്, നമ്മൾ ഓൺ ചെയ്യാണ്. അപ്പോൾ ഔട്ട്പുട്ട് ത്രൂ നമ്മുടെ ഈ കണക്ഷൻ വരുന്ന ഇതാണ് നമ്മളിവിടെ മാസ്റ്റർ സ്വിച്ചായിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, മാസ്റ്റർ സ്വിച്ചിൻ്റെ ടോപ്പ് പോർഷനിലേക്കാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ലൈറ്റ് ഉണ്ട്, സപ്ലൈ ഉണ്ട്. ടോപ്പ് പോർഷനിലേക്ക് നമ്മുടെ കണക്ഷൻ വരുന്നു, ലൈൻ. അതേപോലെ തന്നെ സെയിം റെഡ് തന്നെ നമ്മുടെ 2-way സ്വിച്ചാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2-way സ്വിച്ചാണ്, കണ്ടോ, മുകളിലും ടോപ്പും ബോട്ടവും ആരോ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതേപോലെ മാർക്കിംഗ് ഉണ്ടാവും. 2-way സ്വിച്ചാണ്. 2-way സ്വിച്ചിന് 3 കണക്ഷൻസ് വരും. ഓക്കെ, നമ്മുടെ ടോപ്പ് പോർഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, ലൈറ്റ് കത്തുന്നുണ്ട്, ടെസ്റ്ററിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ട്. ടോപ്പ് പോർഷനിൽ നമ്മുടെ ഫിഗർ പ്രകാരം ടോപ്പ് പോർഷനിലേക്ക് നമ്മൾ ഫേസ് വയർ കൊടുത്തേക്കാണ്. ഓക്കെ,
ഫേസ് കണക്ഷൻ ടോപ്പ് പോർഷനിലേക്കാണ് വരുന്നത്. കത്തുന്ന കണ്ട ലൈറ്റ്. ഇനി നമ്മുടെ നെക്സ്റ്റ് 2-way സ്വിച്ചാണിത്. ഓക്കെ, നെക്സ്റ്റ് 2-way സ്വിച്ചിൻ്റെ ടോപ്പ് പോർഷനും ഇതേപോലെ തന്നെ ലൈറ്റ് ടോപ്പ് പോർഷനിലേക്ക് നമ്മൾ ഫേസ് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റെഡ് വയറിങ് കഴിഞ്ഞു. ഓക്കെ, റെഡ് വയറിങ് 3 ടോപ്പ് പോർഷനിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. ഇനി 2-way സ്വിച്ചിൻ്റെ ഇതും 2-way സ്വിച്ചാണ്. ഓക്കെ, 2 2-way സ്വിച്ചും ഒരു മാസ്റ്റർ സ്വിച്ചാണ്. മാസ്റ്റർ സ്വിച്ചിന് സിംഗിൾ വേ സ്വിച്ചാണ്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ സ്വിച്ചിന് 2 കണക്ഷൻസേ ഉള്ളൂ. ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും മാത്രമേ ഉള്ളൂ. ഇനി ഈ മാസ്റ്റർ സ്വിച്ചിൻ്റെ ഇൻപുട്ടും നമ്മൾ കണ്ടു, ഫേസ് ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഗ്രീൻ വയറാണ്. ഈ ഗ്രീൻ വയർ നമ്മൾ ഈ 2 2-way സ്വിച്ചിൻ്റെ ബോട്ടം പോർഷനിലേക്കാണ് കൊടുത്തേക്കുന്നത്. ഇത് ടോപ്പ് പോർഷൻ ഫേസ് വരുന്നു, നടുക്ക് ലോഡിലേക്ക് പോകുന്നു, ബോട്ടം പോർഷനിലേക്കാണ് നമ്മുടെ മാസ്റ്റർ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തേക്കുന്നത്. ഇതേപോലെ തന്നെ ഇത് സെക്കൻഡ് 2-way സ്വിച്ചാണ്. ഇതിലും സെയിം വയറിങ് തന്നെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ടോപ്പ് പൊസിഷനിൽ ഫേസ്, ഓക്കെ ഫേസ് വരുന്നുണ്ട്. ഇനി നടുക്കത്തത് നമ്മൾ ലോഡിലേക്ക് പോയേക്കുന്നു. ഓക്കെ, നമ്മുടെ ബൾബിലേക്ക് പോയേക്കുന്നു, ലൈറ്റിലേക്ക് പോയേക്കുന്നു. ലാസ്റ്റ് ഓപ്ഷൻ നമ്മുടെ മാസ്റ്റർ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ടാണ്, ഗ്രീൻ വയർ. ഓക്കെ, ഗ്രീൻ വയർ ഇപ്പോൾ മാസ്റ്റർ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ടാണ്. യെല്ലോ വയർ നമ്മുടെ സ്വിച്ചിൽ നിന്ന് നടുക്കത്തെ ടെർമിനലിൽ നിന്ന് നമുക്ക് ലോഡിലേക്ക് പോയിക്കുന്നു. 2 2-way സ്വിച്ചിൻ്റെയും നടുക്കത്തെ പൊസിഷനിൽ നിന്ന് നമ്മൾ ലോഡിലേക്ക് പോയേക്കാണ്. ഓക്കെ, ഇനി നമ്മുടെ പുറത്തുനിന്ന് വന്ന ന്യൂട്രൽ ആണെങ്കിൽ, ഓക്കെ ബ്ലാക്ക് വയറാണ് ന്യൂട്രും ഇവിടെ ലോഡിലേക്ക് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതേപോലെ തന്നെ ഇവിടെ ലോഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണക്ഷൻസൊക്കെ കറക്റ്റാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡയഗ്രാം നോക്കിയാൽ മതി, സെയിം തന്നെയാണ് കണക്ഷൻസ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഓരോ സ്വിച്ചായിട്ട് ഓൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ 2-way സ്വിച്ചാണ്. ഓക്കെ, 2-way സ്വിച്ച് ഓഫ് പൊസിഷനിലാണ്. ഇനി നമ്മൾ ഓൺ ചെയ്യുകയാണ്. ഓക്കെ, ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ലോഡായത് കാരണം, ഈ ലോഡാണ് നമ്മുടെ ഇതുവഴി കൊടുത്തേക്കുന്നത്, അത് കാരണം ഇത് കത്തുന്നു. ഇതിപ്പോൾ നമ്മൾ ഓഫ് ചെയ്യുവാണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത 2-way സ്വിച്ച് എടുക്കുകയാണ്. അടുത്ത 2-way സ്വിച്ച് ഇപ്പോൾ ഓഫ് പൊസിഷനിലാണ്. ഇനി നമ്മൾ ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രണ്ടാമത്തെ ലോഡ് കത്തുന്നു. കാരണം നമ്മുടെ ഇതിൻ്റെ ഔട്ട്പുട്ടാണ്, ഈ യെല്ലോ ഔട്ട്പുട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വയർ ചെയ്തേക്കുന്നത്. ഓക്കെ, നടുക്കത്തെ ടെർമിനലിൽ നിന്ന്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും, നടുക്കത്തെ ടെർമിനലിൽ നിന്നാണ് നമ്മൾ വയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും സിംഗിൾ സ്വിച്ച് വെച്ച് കൺട്രോൾ ആവുന്നുണ്ട്, ഓൺ ഓഫ് കൺട്രോൾ ആവുന്നുണ്ട്. ഒന്നുകൂടി കാണിക്കാം. ഓൺ ഓഫ് ഇതേപോലെ ഇതാണ് ടോപ്പ് പൊസിഷൻ, താഴെയാണ് നമ്മുടെ മാസ്റ്റർ സ്വിച്ചിൻ്റെ വയറിങ്. ഇത് രണ്ടും ഓൺ ഓഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മാസ്റ്റർ സ്വിച്ചിൻ്റെ കണക്ഷൻ ഒന്ന് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ മാസ്റ്റർ സ്വിച്ച് നമുക്ക് ഓൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രണ്ടും നിങ്ങൾ കണ്ടു, 2-way സ്വിച്ച് ഓഫ് പൊസിഷനിലാണ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്, കാരണം ടോപ്പ് പൊസിഷനിലാണ് ഇതിൽ വരുന്നത്. ഓഫ് പൊസിഷനാണ്, ഇത് ഓഫ് പൊസിഷനാണ്, അതുകൊണ്ടാണ് 2 ലൈറ്റും കത്താത്തത്. ഇനി നമുക്ക് മാസ്റ്റർ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, മാസ്റ്റർ സ്വിച്ച് ഇപ്പോൾ ഓഫ് പൊസിഷനിലാണ്. മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും 2 ലൈറ്റും കത്തുന്നുണ്ട്. ഓക്കെ, മാസ്റ്റർ സ്വിച്ച് ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സ്വിച്ച് ഓൺ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ലൈറ്റ് കത്തും. ഇനി നമുക്ക് മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്താലും 2ലേക്കും നമുക്ക് ഓൾറെഡി സപ്ലൈ പോകുന്നുണ്ട്. ഇത് കത്തി തന്നെ കിടക്കും, ബിക്കോസ് അത് ആ നോർമൽ 2-way സ്വിച്ച് ത്രൂ കണക്ഷൻ പോകുന്നുണ്ട്. അതേസമയം ഇതിലേക്ക് വരുന്ന കണക്ഷൻ മാസ്റ്റർ സ്വിച്ചിൻ്റെ ഡയറക്റ്റാണ്. ഞാൻ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ലൈറ്റേ ഓഫ് ആവുള്ളൂ, ഇത് മാത്രമേ ഓഫ് ആവുള്ളൂ. ഇത് ഓഫ് ആവണമെങ്കിൽ നമ്മൾ അതിലേക്ക് പോയിരിക്കുന്ന സ്വിച്ച് ഓഫ് ചെയ്യണം. ഓക്കെ, ഇത് 2 2-way സ്വിച്ചസ് ആണ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു മാസ്റ്റർ സ്വിച്ചിൻ്റെ വീട്ടിലെ കണക്ഷൻസ് വരുന്ന വയറിങ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി 6 amps സ്വിച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. നോർമൽ സിംഗിൾ വേ സ്വിച്ചാണ്. നിങ്ങൾ മൾട്ടിപ്പിൾ ലോഡും ഉണ്ട്, മൾട്ടിപ്പിൾ കണക്ഷൻസും ഉണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 amps അല്ലെങ്കിൽ 20 amps സ്വിച്ച് മാത്രം മാസ്റ്റർ സ്വിച്ചായിട്ട് വയ്ക്കുക. ഓക്കെ, ഇനി അത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ 16 amps അല്ലെങ്കിൽ 20 amps സ്വിച്ച് മേടിച്ച് വയ്ക്കുക. അതേപോലെ മാസ്റ്റർ സ്വിച്ച് കണക്റ്റഡ് ആയിട്ടുള്ള 2-way സ്വിച്ചസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്ഷൻസും ഇതേപോലെ തന്നെ നമ്മുടെ വയറിംഗ് ഡയഗ്രാം പ്രകാരം വയർ ചെയ്യാനുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടാണ് ഇത് ഈ പെർട്ടിക്കുലർ വയറൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. നോർമൽ എല്ലാ ഫേസ് വയറിനും നമ്മൾ റെഡാണ് കൊടുക്കാറ്, ന്യൂട്രലിന് മാത്രമാണ് നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കാറ്. അതേപോലെ എർത്തിനാണ് നമ്മൾ ഗ്രീൻ കൊടുക്കുന്നത്. നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡയഗ്രാമിലും വയറിങ്ങിലും ഈ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തേക്കുന്നത്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മാസ്റ്റർ സ്വിച്ചിൻ്റെ വയറിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ 2-വേ സ്വിച്ചും ഇൻഡിവിജ്വലായിട്ട് നമ്മളെങ്ങനെ വർക്ക് ചെയ്യുന്നു, മാസ്റ്റർ സ്വിച്ചായിട്ട് എങ്ങനെ ആക്ട് ചെയ്യുന്നു, എങ്ങനെ വർക്ക് ചെയ്യുന്നു, മാസ്റ്റർ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ലൈറ്റ്സ് എങ്ങനെ ഓൺ ചെയ്യാൻ പറ്റുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.